ഇന്നലെ നിയമസഭയിലെത്തിയ മുൻ മന്ത്രി മാത്യു ടി തോമസ് ഒന്ന് ഞെട്ടി. തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വാച്ച് ആൻഡ് വാർഡ് പറഞ്ഞതായിരുന്നു കാരണം. എംഎൽഎയുടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വാച്ച് ആൻഡ് വാർഡ് പറഞ്ഞതിന്റെ കാരണം എന്താണ്? മാത്യു ടി തോമസ് തന്നെ ന്യൂസ് മലയാളത്തോട് അത് പറഞ്ഞു. കേൾക്കാം. ഇന്നലെ നിയമസഭയിൽ വളരെ കൗതുകമായ ഒരു കാര്യം നടന്നു കണ്ടു. നമ്മുടെ മുൻമന്ത്രി മാത്യു ടി തോമസ് അദ്ദേഹത്തിന്റെ കാറുമായി നിയമസഭയിലേക്ക് വരുന്നു. പക്ഷേ നിയമസഭയിലേക്ക് എത്തിയ സമയത്ത് വാച്ച് ആൻഡ് വാർഡിൽ ഇത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ചോദ്യം കേട്ടപ്പം ഞെട്ടിപ്പോയോ? വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ തരാം, ഇത് എം എൽ എമാരുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിയമസഭാംഗങ്ങളുടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? എം എൽ എമാരുടെ പറ്റുള്ളത്. അപ്പോൾ വാച്ച് ആൻഡ് വാർഡ് ധരിച്ചു വല്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വണ്ടി വല്ല ആയിരിക്കും മലയാളത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്താ അത് വായിച്ചു നോക്കാഞ്ഞിട്ടാണോ എന്താ അറിയില്ല. അങ്ങനെ സംഭവിച്ചായിരിക്കാം. ഞാനവിടെ പാർക്ക് ചെയ്യിച്ച് ചിരിച്ചു പോയി. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തെറ്റ് പറ്റി എന്ന് മനസ്സിലായി. സോറി പറഞ്ഞു. ഞാനൊക്കെ കയറിപ്പോയി. അല്ലാത്തൊരു ഞാൻ വളരെ കൗതുകരമായി ആസ്വദിച്ചൊരു സംഭവം എന്താ പ്രാധാന്യം വരുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഇനി വരെ മാനങ്ങളില്ല. പലയിടത്തും നിയമസഭാംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലരും അന്വേഷിക്കാറുണ്ട്. ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വണ്ടി ഇട്ടിട്ട് കയറിയപ്പോൾ നിയമസഭയിൽ എന്താ ജോലി എന്നൊരാൾ ചോദിച്ചു. പല ആളുകൾ അപ്പോൾ എപ്പോഴും എൻ്റെ ഡ്രൈവർ പറയും MLA എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലേ ഒരു ഗമയുള്ളൂ, നിയമസഭാംഗം എഴുതിയത് ഡ്രൈവർ സാറ് പറയും. സത്യത്തിൽ മലയാളത്തിൽ നിയമസഭാംഗം എന്ന് എഴുതാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇത് ആരോടെങ്കിലും പങ്കുവെച്ചിരുന്നോ? എന്തോ ഈ വിഷയം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. വൈകിട്ട് ഫേസ്ബുക്കിലൂടെ സഭയിൽ ആരോടെങ്കിലും പറഞ്ഞിരുന്നു? ഞാൻ സുഹൃത്തുക്കളോട് കൊണ്ടിക്കൊണ്ടൊക്കെ പറഞ്ഞു. അത്രയാണ്. നിയമസഭാ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളീകരിച്ചതായിരുന്നു. പക്ഷെ അതിപ്പം തിരിച്ചടിയായി നമുക്ക്. ഇല്ല, നമ്മൾ അതൊരു വലിയ സംഭവമൊന്നുമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു രസം, ഒരു കൗതുകമുള്ള സംഭവം, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമില്ല. എല്ലാ വാക്കുകളും മലയാളീകരിക്കാൻ ചിലർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ചില വാക്കുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. എന്നാലും പരമാവധി വാക്കുകൾ മലയാളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നവ ഉപയോഗിക്കുക എന്നുള്ളതാണ് മാതൃഭാഷയോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു സ്നേഹം. അതുകൊണ്ട് ബോർഡ് അങ്ങനെ വെച്ച് പോകുന്നു എന്നേ ഉള്ളൂ. ഡ്രൈവർ അത് മുൻകൂടി കണ്ടുകൊണ്ടാണ് MLA എന്ന് മാറ്റണമെന്ന് പറഞ്ഞത്? അല്ലേ, പല പ്രാവശ്യം ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വായിച്ചു നോക്കും നിയമസഭ അങ്ങനെ പറഞ്ഞ് എന്താന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ്. ഇനി ബോർഡ് മാറ്റുന്നുണ്ടോ? ഇല്ല, അതിങ്ങനെ തന്നെ പോകത്തുള്ളൂ. ക്യാമറമാൻ രോഹിണിയോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.